ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും NS ഫാമിലിയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ചെറിയൊരു കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും കൂടെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ അവിയലിനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പച്ചക്കറിയെല്ലാം ഒന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് കുറച്ച് സമയം വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഒന്ന് കഴുകിയിട്ട് അരിയുന്നത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കഴുകി എടുക്കണം. അപ്പോൾ കേട്ടിന്ന് വെള്ളം എനിക്ക് എളുപ്പം അതാണ്, അതുകൊണ്ട് ഞാൻ കേട്ടിന്ന് വെള്ളം കോരി തന്നെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് തന്നെ നമ്മുടെ പച്ചക്കറി എല്ലാം ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറി ആയതുകൊണ്ടാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് എപ്പോഴും കഴുകാറുള്ളത്. പക്ഷേ ഇന്ന് മാത്രം നമ്മൾ ഉപ്പ് മാത്രമേ ഇട്ട് കഴുകി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൗണ്ടാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ഈ ഡബ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വേറെ സൗണ്ടൊക്കെ കയറി വരും. അതൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അടുപ്പിൽ ചോറിനുള്ളത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കാമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് നമ്മളൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അരിഞ്ഞ വെച്ചിട്ട് പച്ചക്കറിയെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുക. അതുകൊണ്ട് നമ്മൾ അടുപ്പിലേക്കാണെങ്കിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി. അതുകൊണ്ട് അധികം വെള്ളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് മീതയായിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ അതൊന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുക്കറിലോട്ട്, അതായത് ഇൻഡക്ഷൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളകി കൊടുക്കണം, കാരണം നമ്മൾ പച്ചക്കറിയുടെ മീതയിൽ ഇട്ടിരിക്കുന്നത്. അപ്പം പച്ചക്കറിക്കൊക്കെ ഒന്ന് ഉപ്പിൻ്റെ ഇത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം മുമ്പേ കൂട്ടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേവും പെട്ടെന്ന് കൂടും, പെട്ടെന്ന് വെന്ത് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആവി കയറ്റി ഒന്ന് എടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഞാൻ BL-ആയിരുന്നു, അതായത് ബോയിലായിരുന്നു ഇട്ടത്. അതിനുശേഷം ഞാൻ നോർമലി നമ്മുടെ മാനുവൽ ഇട്ടിട്ട് ഒന്ന് തീ കുറച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, പച്ചമുളക്, അതായത് പച്ചമുളക് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടമുളകില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ജാറിലിട്ടൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഒരടിക്ക് തന്നെ അഴിച്ചങ്ങ് എടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞങ്ങ് വന്നോളും. പിന്നെ നമ്മുടെ തിരിച്ചാള മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചാണ് മീൻ കറി വയ്ക്കുന്നത് ഇവിടെ എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മീനെ നമ്മളെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ മല്ലിയില എടുക്കുന്നത് നമുക്ക് രസം വയ്ക്കാനാണ്. അപ്പോൾ ഞാൻ അന്നൊരു രസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കണം കേട്ടോ. അത് വേറെ രീതിയിലാണ്, പക്ഷേ ഇത് വേറെ രീതിയിൽ നമ്മൾ നോർമൽ വയ്ക്കുന്ന രസമാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ രസമൊക്കെ വയ്ക്കുന്നത്, അമ്മ വയ്ക്കുന്ന രസം നല്ല ടേസ്റ്റാണ്. ഞാനങ്ങനെ അധികം രസമൊന്നും വെക്കാറില്ല. പിന്നെ അന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ മറ്റേ രസം വെച്ചത്. പിന്നെ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വെച്ചതിൻ്റെ അത്ര വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ തോനും നമ്മുടെ തക്കാളിക്ക് ഇട്ടാണ് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ തക്കാളിക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിയുന്നുണ്ട് കേട്ടോ. കുറേ തക്കാളിക്ക് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും തക്കാളിക്കൊക്കെ എന്തിനാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് തക്കാളിക്ക് ഇടുന്നതോറും ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് അരിഞ്ഞിടുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മീനുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് വറുക്കാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കീരിച്ചാള എന്ന് പറയുന്ന മീൻ നമ്മൾ തേങ്ങ അരച്ചൊന്ന് വെക്കണം. പിന്നെ ഇവിടുത്തെ കുഞ്ഞുമായിക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കത്തുള്ളൂ. പിന്നെ ഇത് അവൾക്ക് കഴിച്ചൂടാ, നല്ല മുള്ളുള്ളതുകൊണ്ട് അവൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ നെത്തോലി മീൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മാമ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് കറി വെച്ചെടുക്കണം. പിന്നെ തക്കാളിക്ക് 5-6 എടുത്തായിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോസ് എല്ലാം തന്നെ ഫുള്ള് കാണാൻ നോക്കണം. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കാര്യങ്ങളാണ് എനിക്ക് ഓരോ വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനം നൽകുന്നത്. പിന്നെ നമ്മുടെ മീനുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കോലൊക്കെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ തോനെയുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് 2-3 എടുത്ത് നമ്മൾ മീനിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു കവറിലിട്ട് ചതച്ചെടുത്താണ് നമ്മൾ അതങ്ങോട്ട് തട്ടിയിട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ അരി തിളച്ചത് ഞാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുപ്പിലാണ് കേട്ടോ ബാക്കി കറികളെല്ലാം വെക്കേണ്ടത്. അപ്പോൾ ആ ചോറൊക്കെ ഒന്ന് റെഡിയായെന്ന് നോക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ മീൻ കറിക്കും രസത്തിനും വേണ്ടിയുള്ള കുരുമുളകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതിലൊന്ന് അരപ്പ് ചേർത്ത് കൊടുക്കണം.
ഫോണ് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടാണ് തട്ടി കൊടുത്തത്. ആദ്യം തട്ടിയപ്പോൾ അത് വീണില്ല, പിന്നെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനതൊന്ന് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. കഷ്ണങ്ങൾ ഉടയേണ്ട കഷ്ണങ്ങളെല്ലാം ഉടയുകയും ചെയ്യണം, ഉടയാത്ത കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കിടക്കുകയും വേണം. അപ്പോൾ അതേ രീതിയിൽ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് അമ്മയാണ് കേട്ടോ വന്ന് ഉപ്പിട്ടത്. ഞാൻ ഉപ്പിട്ടാൽ കൂടിപ്പോകും, അതുകൊണ്ട് അമ്മ 2 ദിവസം മുമ്പ് ഞാൻ കറി വെച്ചപ്പോൾ എല്ലാത്തിലും നല്ല ഉപ്പായിരുന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും BP ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഉപ്പ് കുറച്ചേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ഉപ്പ് അമ്മയാണ് കേട്ടോ വന്നിട്ടേന്നത്. പിന്നെ നമ്മുടെ പച്ച എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അവിയലാണ് ഇതാണ് കേട്ടോ. ഞാനതൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ, അത് ഇതിൽ കൂടെ ആഡ് ചെയ്ത് വന്നതാണ്. പിന്നെ നമ്മുടെ വറുക്കാനുള്ള മീനുള്ള എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിക്കുള്ള എല്ലാം പുളിയെല്ലാം പുഴിഞ്ഞു വീഴ്ത്തിയിട്ട് എല്ലാം ചേർക്കുന്നുണ്ട്. പിന്നെ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മീൻ കറിക്കാണ് കേട്ടോ ഞാൻ തേങ്ങ അരയ്ക്കുന്നത്. പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ തേങ്ങയ്ക്ക് ആ ഒരു കളർ വന്ന് നല്ലതാണ്. നമ്മൾ പൊടി പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം മഞ്ഞപ്പൊടി ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ മീനിനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്നായിട്ട് അരയ്ക്കത്തില്ല, ജസ്റ്റ് 2-3 അടിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കും. നമ്മുടെ മീൻ കറിക്കുള്ളതെല്ലാം ആയിട്ടുണ്ട്. പിന്നെ അമ്മ മുളക് പൊടി വറുക്കുന്നതാണ് കേട്ടോ. നമ്മൾ മീൻ വയ്ക്കുമ്പോൾ വറുത്താണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം അമ്മ നന്നായിട്ട് മുളക് പൊടി വറുത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ കറിക്ക്. പിന്നെ നമ്മൾ പുളി നന്നായിട്ട് ചേർക്കും. പിഴിപ്പുളിയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്, കുടംപുളിയല്ല, നമ്മൾ സാധാ പിഴിപ്പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. അപ്പം ഇതുപോലെയൊക്കെ അങ്ങോട്ടൊക്കെ ഉള്ളവർ ഇതുപോലെയൊക്കെ മീൻ കറിയൊക്കെ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ പിഴിപുളി ചേർത്ത് വയ്ക്കുന്ന വേറെ ടേസ്റ്റ്, നമ്മുടെ കൊടുമ്പുളി ഇട്ട് വയ്ക്കുന്നത് വേറെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് ചോറ് കോരി എടുക്കുന്നുണ്ട്. പിന്നെ മീനൊക്കെ അമ്മ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിയൽ എടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി ഞാൻ അവിയൽ കഴിക്കത്തില്ല, പിന്നെ അമ്മ വെച്ചതായതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഞാനും കൂടെ ഇതിലുണ്ടായിരുന്നു, അപ്പം ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. വേറെ കറിയൊന്നുമില്ല, മീൻ വെച്ചതൊന്നും കഴിക്കാത്തതുകൊണ്ട് കുറച്ച് രസവും നമ്മുടെ അവിയലും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊരിച്ച മീനും. അപ്പം ഇന്നത്തെ ഫുഡൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. അപ്പം പരമാവധി നിങ്ങൾ ഒന്ന് കണ്ട് ഫുള്ളായിട്ട് ഒന്ന് കാണണം കേട്ടോ. വീഡിയോക്ക് ലെന്ത് കൂടി പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോസിൽ ലെന്തായിട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് വാച്ച് ഹവേഴ്സ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ലെന്തിൽ വീഡിയോസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം പരമാവധി നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല മുള്ളുള്ള മീനായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതൊന്ന് ഓരോ മുള്ളായിട്ട് എടുത്ത് കളഞ്ഞിട്ട് വേണം ഓരോന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ.